ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യ പുതിയ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇന്ത്യ എങ്ങനെയാണ് ഇത്ര സൂപ്പർ പവർ ആയതെന്നും ആഗോളം ഒന്നാകെ ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ കർണത്തിന് ഇന്ത്യ ഭേഷ ഒരു അടികൊടുത്ത പോലെയുള്ള മറ്റൊരു വാർത്ത കൂടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം തുർക്കി പാകിസ്ഥാൻ അച്ചുതണ്ടിന് ഒരു ഭൗമരാഷ്ട്രീയ പ്രതികരണം അഥവാ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ നയതന്ത്ര മേഖലയിൽ അങ്ങനെ കണിശമായി ഇടപെടൽ നടത്തുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തുർക്കിയുടെ സഖ്യകക്ഷിയായ അസർബൈജാന്റെ അയൽ രാജ്യമായ അർമേനിയയുമായുള്ള തന്ത്രപരവും സൈനികവുമായ ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ ലോകത്തോട് കാണിച്ചു തരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തോടെ പുറത്തായ അസർബൈജാന്റെ സൈനിക നിലപാട് ശക്തിപ്പെടുത്തിയ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അവിഹിത കൂട്ടുകെട്ട് എന്നിവയ്ക്കൊക്കെ കനത്ത മറുപടിയായി അർമേനിയയിൽ ഇന്ത്യ ആയുധപ്പുര പണിയുകയാണ്. തുർക്കിയുടെ സഖ്യരാഷ്ട്രമായ അസർബൈജാനുമായി അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അർമേനിയയ്ക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. നാഗോർണോ കരാബാക്കിനെ ചൊല്ലിയാണ് അസർബൈജാൻ തുർക്കി തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇതോടെ 2024 മുതൽ അർമേനിയയിലേക്കുള്ള ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായി ഇന്ത്യ മാറുകയും ചെയ്തു. ഇതിൽ ഏറ്റവും അത്ഭുതമെന്ന് പറയട്ടെ, റഷ്യയെ പോലും മറികടന്നായിരുന്നു ഇന്ത്യയുടെ ഈ നേട്ടം. അതേസമയം അസർബൈജാന് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയുണ്ട്. നാഗോർണോ കരാബാക്കിനെ ചൊല്ലി അസർബൈജാനുമായി കടുത്ത പ്രാദേശിക തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അർമേനിയ ചരിത്രപരമായി റഷ്യൻ സൈനിക പിന്തുണയെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. എന്നിരുന്നാലും 2020 നാഗോർണോ കരാബാക്ക് യുദ്ധത്തിലും നിലവിൽ നടക്കുന്ന ഉക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലും മോസ്കോയുടെ പരിമിതമായ പിന്തുണയിലുള്ള നിരാശ വലിയ രീതിയിൽ അർമേനിയയെ ബാധിച്ചിരുന്നു. പുതിയ പങ്കാളികളെ തേടാൻ പ്രേരിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഒരു സൂപ്പർ പവറായ ഇന്ത്യ അർമേനിയയുടെ കരം പിടിക്കുന്നത്. പ്രതിരോധ കാൽപ്പാടുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ അർമേനിയയെ സമാന ചിന്താഗതിക്കാരായ ഒരു സഖ്യകക്ഷിയായി കണ്ടെത്തി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം 2022 മുതൽ 2024 വരെയുള്ള അർമേനിയയുടെ ആയുധ ഇറക്കുമതിയുടെ 43% ഇന്ത്യയാണ് നടത്തുന്നത്. അത് ഇനിയും വർദ്ധിക്കുമെന്നാണ് ഏറ്റവും ഒടുക്കം വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ഇന്ത്യക്ക് ആഗോള പ്രതിരോധം തീർക്കുന്നതിലും ഇന്ത്യക്ക് നയതന്ത്ര മേഖലയിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കുന്നതിനും സഹായിക്കും. 2020 മുതൽ അർമേനിയയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തം ഗണ്യമായി വളർന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ അർമേനിയയ്ക്ക് സ്വാതി ആയുധ ലൊക്കേറ്റിംഗ് റഡാറുകൾ, ടാങ്ക് സംവിധാനങ്ങൾ, ഏറ്റവും ഒടുവിൽ തദ്ദേശീയമായി നിർമ്മിച്ച പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. അർമേനിയയെ ആയുധപ്പുരയാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഒന്നിലധികം തലങ്ങളിൽ തന്ത്രപരമാണ്. ഒന്നാമതായി റഷ്യൻ, തുർക്കി, പാശ്ചാത്യ സ്വാധീനങ്ങൾ പരമ്പരാഗതമായി ആധിപത്യം പുലർത്തുന്ന അസ്ഥിരമായ അർമേനിയ പോലുള്ള മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രവേശനത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. ഇതിനൊക്കെ പുറമെ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ കീഴിലുള്ള തുർക്കി വിവിധ അന്താരാഷ്ട്ര വേദികളിൽ കശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു. തുർക്കിയുടെ സഖ്യകക്ഷിയായി അസർബൈജാൻ വരുന്നു. അസർബൈജാന്റെ ഏറ്റവും വലിയ എതിർകക്ഷി അർമേനിയയാണ്. ഇതിനൊക്കെ മറുപടിയായി തുർക്കി സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യ അർമേനിയയ്ക്ക് നൽകുന്ന ഈ അകമഴിഞ്ഞ പിന്തുണ. അർമേനിയ അസർബൈജാൻ സമവാക്യത്തിലേക്ക് കടക്കുന്നതിലൂടെ ഇന്ത്യ ആയുധങ്ങൾ വിൽക്കുക മാത്രമല്ല, നയതന്ത്രപരവും സൈനികവുമായ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദത്തിലായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ പാൻ ഇസ്ലാമിസത്തെയും ഇന്ത്യ തുറന്നു കാണിക്കാനായിട്ടാണ് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് തുർക്കിയും അമേരിക്കയും ചൈനയും കൊടുത്ത ആയുധങ്ങളെ ഇന്ത്യ ഒന്നിനു പുറകെ ഒന്നായി തകർത്തെറിഞ്ഞു. ലോകം ഇത് വലിയ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിയിരുന്നത്. അമേരിക്കയുടെ ട്രംപ് വരെ ഒന്ന് പേടിച്ചു വിറച്ചു. ഇന്ത്യ ഇത്രയധികം എക്യുപ്ഡ് ആയിരുന്നോ? ഇന്ത്യക്ക് ഇതിന് സാധിച്ചതെങ്ങനെയാണ്? അമേരിക്കയുടെ ആയുധങ്ങളെ പോലും തകർക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ എങ്ങനെ പരിവർത്തനം ചെയ്തു? ഇവർക്ക് ഇത്രയും അധികം ടെക്നോളജി ഉണ്ടായിരുന്നുവെന്ന് ലോകം ഒന്നടങ്കം സൂക്ഷിച്ചു നോക്കിയ ദിവസങ്ങളാണ് കടന്നുപോയത്. ആയുധങ്ങളുടെ മൊത്തം ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ നിന്നും ഇന്ത്യ സ്വയം ഒരു മത്സരാധിഷ്ഠിത പ്രതിരോധ വിതരണക്കാരായുള്ള പരിവർത്തനം കൂടി ഇതിൽ കാണാൻ സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയം, ആത്മനിർഭർ ഭാരതിന്റെ വിജയം, ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്തതും ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്നതുമായ പിനാക്ക ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ കയറ്റുമതി ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്തെയും സാങ്കേതിക വൈദഗ്ധ്യത്തെയും എടുത്തു കാണിക്കുന്നു. 2025 ആകുമ്പോഴേക്കും $5 ബില്യൺ പ്രതിരോധ കയറ്റുമതി നേടുക എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്കും ഇത് വലിയ മുതൽക്കൂട്ടാണ്. അർമേനിയയുമായി ഉള്ളതുപോലുള്ള കരാറുകൾ അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ
ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ആഗോള ശക്തി കേന്ദ്രങ്ങൾ മാറുകയും ബഹുധ്രുവത്വം തീവ്രമാവുകയും ചെയ്യുമ്പോൾ ഇന്ത്യ സ്വന്തം സ്ഥാനം രൂപപ്പെടുത്തുകയാണ്. ആഗോളതലത്തിലൊരു കസേര വലിച്ചിട്ട് ഇന്ത്യ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങൾക്ക് ആയുധബലമുണ്ട്, ഞങ്ങൾക്ക് ടെക്നോളജി ഉണ്ട്. ഒരു യുദ്ധം വന്നാൽ, മൾട്ടി ഫ്രണ്ട് വാർ വന്നാൽ പോലും പിടിച്ചു നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട്. ഒരു പാസീവ് ഒബ്സർവർ എന്നതിനേക്കാൾ ഒരു അസർട്ടീവ് പ്ലെയർ എന്ന റോളിലേക്ക് ഇന്ത്യ ഉദിച്ചുയരുകയാണ്.